खुद को बदलो दुनिया बदलो. നിങ്ങൾ നിങ്ങളുടെ ചിന്തകളെ മാറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്വയം മാറാനും അതിലൂടെ നിങ്ങൾക്ക് ലോകത്തെ തന്നെ മാറ്റിമറിക്കാൻ പറ്റിയ വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങളുടെ മുമ്പിൽ നമ്മുടെ സമർമോദി സർ ഒരുക്കി തന്നിട്ടുള്ളത്. നമുക്കറിയാം ഏതൊരു സാധാരണക്കാരനും ഒരുപാട് സ്വപ്നങ്ങളുണ്ടാവും. സ്വന്തമായിട്ട് വീട്, വിദേശ യാത്രകൾ, കുട്ടികളുടെ കൂടെ നല്ലൊരു ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുക, അതുപോലെ തന്നെ നല്ല വിദ്യാഭ്യാസം മക്കൾക്ക് കൊടുക്കുക. ഇതൊക്കെ നമ്മുടെ ഏതൊരു സാധാരണക്കാരൻ്റെയും സ്വപ്നങ്ങളാണ്. പക്ഷെ ഇതെല്ലാം സാധിക്കുന്നത് നമുക്ക് സാധിക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻകം സോഴ്സ് നമുക്ക് ഉണ്ടോ എന്നുള്ളതാണ്. ലോകത്തിൽ 2 തരത്തിലുള്ള ഇൻകം സോഴ്സ് ആണുള്ളത്, ആക്റ്റീവ് ഇൻകം ആൻഡ് പാസീവ് ഇൻകം. ലോകത്തിലെ ജനങ്ങളെ 4 കാറ്റഗറി ആയിട്ട് സമ്പദ് വ്യവസ്ഥയെ തിരിച്ചിട്ടുണ്ട്. എംപ്ലോയി കാറ്റഗറി, സെൽഫ് എംപ്ലോയിഡ് കാറ്റഗറി, ഇൻവെസ്റ്റേഴ്സ് ആൻഡ് ബിസിനസ് ഓണേഴ്സ്. എംപ്ലോയി കാറ്റഗറിയിലും സെൽഫ് എംപ്ലോയിഡിലും വരുന്നത് നമ്മളുടെ ജോലി സമയം, നമ്മളിപ്പോൾ രാവിലെ 10 മണി തൊട്ട് വൈകിട്ട് ഒരു 5 മണി വരെ നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്യുന്നതിന് അതിന് വേണ്ടിയിട്ടുള്ള ഒരു സാലറിയാണ് നമുക്ക് കിട്ടുന്നത്. നമ്മുടെ ആക്റ്റീവ് ആവുന്ന സമയത്താണ് നമുക്ക് അവിടെ ഇൻകം ലഭിക്കുന്നത്. നമ്മളവിടെ ഇനാക്റ്റീവ്, അതായത് നമ്മൾ അവിടെ ഇല്ലെങ്കിലോ നമ്മുടെ അഭാവത്തിലോ നമുക്ക് അവിടെ വരുമാനമില്ല. അതേസമയം ഇൻവെസ്റ്റേഴ്സ് ആൻഡ് ബിസിനസ് ഓണേഴ്സിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പണം കൊടുത്ത് പണം ഉണ്ടാക്കുന്ന രീതിയാണ്. അത് നമുക്ക് ഒരുപാട് എക്സാമ്പിൾസ് എടുക്കാം. ലാൻഡ് ഓൺ ചെയ്യുന്ന ആളുകൾ, അതുപോലെ പാട്ട് എഴുതിയിട്ടുള്ള ആളുകൾ, ബുക്ക് ഓണേഴ്സ്, എല്ലാവർക്കും ഇതേപോലെ റോയൽറ്റിയും റെന്റും ഒക്കെ ആസ്വദിക്കാൻ പറ്റുന്നത് അവരുടെ അഭാവത്തിലും അവർക്ക് വരുമാനം ലഭിക്കുകയാണ്. ഇനി നമുക്ക് നോക്കാം എന്താണ് ട്രഡീഷണൽ ബിസിനസ്സും ഡയറക്ട് സെല്ലിംഗ് തമ്മിലുള്ള ഡിഫറൻസ് എന്ന്. ട്രഡീഷണൽ ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 35 രൂപ വില വരുന്ന ഒരു ഉൽപ്പന്നം നമ്മൾ കമ്പനിയിൽ നിന്ന് നേരിട്ടിട്ട് വാങ്ങിക്കും. നമ്മൾ കമ്പനിയിൽ നിന്ന് കിട്ടുന്ന സമയത്ത് റീറ്റെയിൽ ഷോപ്പിലേക്ക് അത് എത്തുമ്പോൾ ഏകദേശം 100 രൂപയ്ക്കാണ് നമുക്ക് ലഭിക്കുന്നത്. അവിടെ ഒരുപാട് ഇടനിലക്കാരും പരസ്യങ്ങൾ കൂടി വരികയാണ്. അപ്പം പക്ഷേ ഡയറക്ട് സെല്ലിംഗിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കമ്പനിയിൽ നിന്ന് നേരിട്ട് നമുക്ക് പ്രോഡക്റ്റ് എത്തിക്കുന്ന രീതിക്കാണ് ഡയറക്ട് സെല്ലിംഗ് വരുന്നത്. ഇവിടെ നമുക്ക് മിഡിൽ മാൻ കോസ്റ്റോ അഡ്വർടൈസിങ്ങോ ഇടയിലുള്ള ഡിസ്ട്രിബ്യൂട്ടേഴ്സോ നാഷണൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സോ ഒന്നും വരുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് മണി അവിടെ ഏൺ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇനി ഡയറക്ട് സെല്ലിംഗിന്റെ ബെനിഫിറ്റ്സ് എന്താണെന്ന് നമുക്ക് നോക്കി നോക്കാം. ലോ ഇൻവെസ്റ്റ്മെന്റിൽ നമുക്ക് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. അതുകൊണ്ട് തന്നെ നമുക്കിതൊരു ലോ റിസ്ക് ആണ്. റിസ്ക് എന്ന് പറയുന്നത് ഇതിലില്ല. നമുക്കൊരു പ്രീവിയസ് എക്സ്പീരിയൻസിന്റെ ആവശ്യം ഇവിടെ വരുന്നില്ല. നമുക്കൊരു ഷോപ്പോ സ്റ്റോക്കോ സ്റ്റാഫോ ഒന്നിന്റെ ആവശ്യം ഇവിടെ വരുന്നില്ല. നമുക്ക് തലമുറകളായിട്ട് ഈ ബിസിനസ് നമുക്ക് കൈമാറി കൊണ്ടുപോകാൻ സാധിക്കും. ഇഷ്ടമുള്ള സമയത്തിന് എന്ത് ചെയ്യാം, നമുക്ക് മോദികെയർ ചെയ്യാൻ പറ്റും. ഒരു പാസീവ് ഇൻകം നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ നേരത്തെ ഓൾറെഡി പറഞ്ഞു എന്താണ് പാസീവ് ഇൻകം. നമ്മുടെ അഭാവത്തിൽ നമ്മളൊന്ന് വെറുതെ ഇരിക്കുന്ന സമയത്തും നമുക്ക് വരുമാനം വരുന്ന രീതിക്കാണ് പാസീവ് ഇൻകം എന്ന് പറയുന്നത്. ഇവിടെ നമുക്കൊരു സ്റ്റാഫിന്റെയോ ഒരു സാലറി കൊടുക്കുന്ന ഒരു വ്യക്തിനെ നമുക്ക് വെക്കേണ്ട ആവശ്യമില്ല. ഇത്രയും ബെനിഫിറ്റ്സ് നമുക്ക് എന്തുണ്ട് ഡയറക്ട് സെല്ലിംഗിലുണ്ട്. ഇന്ത്യയിലെ ആദ്യത്തെ ഡയറക്ട് സെല്ലിംഗ് കമ്പനി ആയിട്ടുള്ള മോദികെയർ സ്റ്റാർട്ട് ചെയ്തത് 1996-ലാണ്. നമ്മുടെ കമ്പനിയുടെ ലെഗസി സ്റ്റോറി നോക്കുകയാണെങ്കിൽ ഇദ്ദേഹത്തിന്റെ ഗ്രാൻഡ് ഫാദർ റായ് ബഹദൂർ ഗുജറാൽ മോദിയാണ് ഈ ഒരു കമ്പനി 1933 ഒരു ഷുഗർ മിൽ ഫാക്ടറി സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് തുടങ്ങുന്നത്. അദ്ദേഹത്തിന്റെ ഒരു മകനായുള്ള കെ മോദി സാറിന്റെ ഒരു വിഷനായിരുന്നു മോദി എന്റർപ്രൈസസ് വേൾഡ് വൈഡ് രീതിയിൽ 120-ൽ പരം രാഷ്ട്രങ്ങളിലേക്ക് ഇത് സ്പ്രെഡ് ചെയ്തു. അവരുടെ വൈഫ് ഡോക്ടർ മിസസ് ബീന മോദി, ഇവരൊരു വുമൺ ഐക്കോണിക് ഓൺടർപ്രണർ ആണ്. 24/7 സൂപ്പർ മാർക്കറ്റ്സ്, അതുപോലെ തന്നെ കളബാർ കോസ്മെറ്റിക്സിൽ നല്ലൊരു വൈറ്റൽ റോൾ ഇവർ പ്ലേ ചെയ്യുന്നുണ്ട്. ഇവരുടെ മകനാണ് മിസ്റ്റർ സമീർ മോദി സാറ്. നല്ലൊരു കയ്യടി കൊടുക്കാം. 1996-ലാണ് മോദികെയർ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരുപാട് ലക്ഷക്കണക്കിന് ആളുകൾക്ക് ജീവിതത്തിൽ വലിയൊരു ട്രാൻസ്ഫോർമേഷൻ ഈ ഒരു ഇൻഡസ്ട്രിയിലൂടെ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. മോദികെയറിലെ ഇന്നത്തെ ഒരു ബിസിനസ് അച്ചീവ്മെന്റ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രതിവർഷം 1800 കോടിയിലധികം സെയിൽസ് ടേൺ ഓവർ നടന്നിട്ടുണ്ട്. 53 ലക്ഷത്തിലധികം ഡയറക്ട് സെല്ലേഴ്സ് ഇന്ന് മോദികെയറിലുണ്ട്. 5 ലക്ഷം സ്ക്വയർ ഫീറ്റ് വരുന്ന വെയർഹൗസസ് ആൻഡ് ഓഫീസസ് നമുക്ക് വരുന്നുണ്ട്. 18,000+ പിൻകോഡിൽ ഇന്ന് മോദികെയർ പ്രോഡക്റ്റ് സർവീസ് നടത്തുന്നുണ്ട്. 40,000+ ഡിസ്ട്രിബ്യൂഷൻ പോയിന്റ്സ് ഇന്ന് മോദികെയറിൽ നമുക്കുണ്ട്. 10,000 ആളുകൾ, അതായത് 10,000-ലധികം ആളുകളാണ് ഓരോ ദിവസം മോദികെയറിൽ ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 5,000-ലധികം ടൗണുകളിൽ ഇന്ന് മോദികെയർ നിലവിലുണ്ട്. ഇനി നമ്മുടെ കമ്പനിയിൽ നല്ല പ്രൊഫൈൽ നമ്മൾ കേട്ടു, അടിപൊളിയാണ് പ്രൊഫൈൽ. ഇനി എന്താണ് പ്രോഡക്ട്സ് ആണ് നമ്മുടെ ബിസിനസിന്റെ ബാക്ക് ബോൺ എന്ന് പറയുന്നത്. നമ്മുടെ കമ്പനിയിൽ 14 കാറ്റഗറിയിലാണ് നമുക്ക് പ്രോഡക്ട്സ് ഉള്ളത്. നമുക്ക് ഹോം കെയർ സെഗ്മെന്റ് വരുന്നുണ്ട്, മേക്കപ്പ്, കളർ ആൻഡ് കോസ്മെറ്റിക്സ്. നല്ല രീതിയിൽ നമുക്കൊന്ന് ഒരുങ്ങി പോകാൻ വേണ്ടിയിട്ട് ഫംഗ്ഷനൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് സൂപ്പറായിട്ടുള്ള പ്രോഡക്ട്സ് വരുന്നുണ്ട്. അതുപോലെ സ്കിൻ കെയർ പ്രോഡക്ട്സ് പറഞ്ഞാൽ നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് റെജീം ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതുണ്ട്. ഫുഡ് ആൻഡ് ബെവറേജ് സെക്ഷൻ, പേഴ്സണൽ കെയർ വരുന്നുണ്ട്, അഗ്രികൾച്ചർ, ജ്വല്ലറി, 18 കാരറ്റ് ഗോൾഡ് പ്ലേറ്റഡ് ഓർണമെന്റ്സ്, വെൽനസ് ആൻഡ് ന്യൂട്രീഷൻ കാറ്റഗറിയിൽ ഒരുപാട് ഉൽപ്പന്നങ്ങൾ വരുന്നുണ്ട്. ഓട്ടോ കെയർ, അഗ്രികൾച്ചർ, അതുപോലെ തന്നെ ലോണ്ടറി സെക്ഷൻ, ഡിറ്റർജന്റ് പൗഡറും അതുപോലെ തന്നെ ലിക്വിഡ് വാഷ് വരുന്നുണ്ട്. അതേഴ്സ് കാറ്റഗറിയിൽ നമുക്ക് ലാപ്ടോപ്പ് ബാഗ്, ക്ലോക്ക്, ചാർജർ, ഈ ഐറ്റംസ് വരുന്നുണ്ട്. ഇനി ലൈഫ് സ്റ്റൈൽ കാറ്റഗറി നോക്കുകയാണെങ്കിൽ നമുക്ക് കുക്കു എയർ പ്യൂരിഫയർ വരുന്നുണ്ട്.
അതുപോലെ വാച്ചസ്, ലേഡീസ് ആൻഡ് ജെൻസിന് സ്പെഷ്യൽ ആയിട്ട് നമുക്ക് വാച്ചസ് വരുന്നുണ്ട്. അതുപോലെ ഈ ലേണിംഗിൽ നമുക്ക് സ്പോക്കൺ ഇംഗ്ലീഷിനൊക്കെ നമുക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഡിവൈൻ അഗർബത്തീസ് 6 ഡിഫറെന്റ് ഫ്രാഗ്രൻസിൽ നമുക്ക് അഗർബത്തീസ് കൂടി അവൈലബിൾ ആണ്. ചേഞ്ച് ഷോപ്പ്, നമ്മളുടെ വാങ്ങിക്കുന്ന ഒരു രീതി മാറ്റുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് വേൾഡ് ക്ലാസ് പ്രോഡക്ട്സ് വാങ്ങി ഉപയോഗിക്കാനും മറ്റുള്ള ആളുകൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കാനും അതിലൂടെ ഒരുപാട് റിവാർഡ്സ് ഏൺ ചെയ്യാനുള്ള ഒരു അവസരമാണ് കമ്പനി നമുക്ക് തന്നിട്ടുള്ളത്. എന്താണ് 12 ഏരിയാസ് ഓഫ് ഇൻകം? നമ്മൾക്കിപ്പോൾ പ്രൊഫൈൽ നമ്മൾ മനസ്സിലാക്കി, എന്തൊക്കെ പ്രോഡക്ട്സിന്റെ നമ്മൾ ഏകദേശം നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതുപോലെ തന്നെ എന്താണ് മോദിഗിരി ചെയ്താൽ നമുക്ക് കിട്ടുന്ന ഗുണം? 12 തരത്തിലുള്ള വരുമാനമാണ് നമ്മളെ കാത്തിരിക്കുന്നത്. സേവിങ്സ് ഓൺ കൺസംഷൻ, നമുക്കറിയാം വാങ്ങിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് നമുക്ക് എന്തുണ്ട്, ഡിസ്കൗണ്ട് ഉണ്ട്. അപ് ടു 30% വരെ നമുക്ക് ഡിസ്കൗണ്ട് ഉണ്ട്. അത് റീറ്റെയിൽ പ്രോഫിറ്റ് ആക്കി നമുക്ക് മാറ്റാം. രണ്ടാം ബെനിഫിറ്റ് 7 to 16% അക്യുമുലേറ്റീവ് പെർഫോമൻസ് ബോണസ്, അതായത് അക്കൗണ്ടിലേക്ക് സബ്സിഡി ആയിട്ട് നമ്മുടെ കമ്പനി ഓരോ ലെവൽ ജമ്പ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്യാഷ് ബാക്ക് ക്രെഡിറ്റ് ചെയ്തിരുന്നതാണ്. അതുപോലെ ഒരു ലെവൽ അച്ചീവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എത്തുന്ന ഒരു അച്ചീവ്മെന്റ് ആണ് ഡയറക്ടർ ബോണസ് പൂൾ. 4% ആണ് കമ്പനി അതിനുവേണ്ടി മാറ്റി വെക്കുന്നത്. അതിനുശേഷം നമ്മളൊരു ലീഡർഷിപ്പിലേക്ക് എത്തുന്ന സമയത്ത് കമ്പനി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന മറ്റൊരു ബോണസ് ആണ് 15% ടീം ബോണസ് പൂൾ. അതുകൂടാതെ 6ാമത്തെ ഒരു ബെനിഫിറ്റ് ആണ് 7% ബിൽഡർ ബോണസ് പൂൾ. 7ാമത്തെ ബെനിഫിറ്റ് ആണ് 2% ഡയമണ്ട് ബോണസ് പൂൾ. ഡയമണ്ട് ഡയറക്ടർ എന്നൊരു ടൈറ്റിൽ ഉണ്ട്. ആ ടൈറ്റിൽ എത്തിയതിനു ശേഷമാണ് നമുക്ക് ഈ ഒരു ബോണസ് ലഭിക്കുക. ആൻഡ് 8th ബെനിഫിറ്റ് ആണ് ഇന്റർനാഷണൽ ട്രിപ്പ് ഫണ്ട്. എല്ലാവർക്കും ഇഷ്ടമാണ് യാത്ര പോകാനായിട്ട്. അതിനുവേണ്ടി കമ്പനി നമുക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്ന ഫണ്ടാണ് 2% ട്രാവൽ ഫണ്ട് പൂൾ, യാത്ര ചെയ്യാനുള്ളത്. ആൻഡ് 9th ബെനിഫിറ്റ് ആണ് 5% കാർ ഫണ്ട് പൂൾ. നമുക്ക് എല്ലാവർക്കും സ്വന്തമായിട്ട് വാഹനം ഏറ്റവും വലിയ സ്വപ്നമാണ്. അതിനു വേണ്ടിയിട്ട് നമുക്ക് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന 3 ഓർഗനൈസേഷനിൽ നമ്മൾ ലീഡേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് കമ്പനി നമുക്ക് തരുന്ന ഒരു ഫണ്ടാണ് 5% കാർ ഫണ്ട് പൂൾ. അതിനുശേഷം 10th ബെനിഫിറ്റ് ആണ് 3% ഹോം ബോണസ് പൂൾ. ഹോം ബോണസ് പൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട് എന്നത് എല്ലാവരുടെയും സ്വപ്നമാണ്. അതിനു വേണ്ടിയിട്ട് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന മറ്റൊരു ബോണസ് ആണ് ഹോം ബോണസ്. ആൻഡ് 11th ബെനിഫിറ്റ് 17% ലീഡർഷിപ്പ് പ്രൊഡക്ടിവിറ്റി ബോണസ് പൂൾ. ലീഡർഷിപ്പ് പ്രൊഡക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ലീഡർ ആണെന്ന് പ്രൂവ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഒരു ഓർഗനൈസേഷനിൽ 2 ലക്ഷം രൂപയുടെ വേറെ ബിസിനസ് നമ്മൾ കൊണ്ടുവരുന്ന സമയത്ത് കമ്പനി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സൂപ്പർബ് ആയിട്ടുള്ള ഒരു ബോണസ് ആണ് 17% LPB ബോണസ്. ആൻഡ് ഫൈനലി 1% ഇയർലി ഫൗണ്ടർ ബോണസ് പൂൾ. ഇത് ഡയമണ്ട് ഡയറക്ടേഴ്സ് അബൌട്ട് ടൈറ്റിലുള്ള ആളുകൾക്ക് മാത്രം പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ബോണസ് ആണ്. ഇത്രയും ബെനിഫിറ്റ്സ് ആണ് നമ്മൾ മോദി കെയറിൽ ജോയിൻ ചെയ്ത് ഒരു ബിസിനസ് ആയിട്ട് ഏറ്റെടുക്കുന്ന സമയത്ത് നമുക്ക് ലഭിക്കുന്നുണ്ടാവാം. ഇതിൽ ലോയൽറ്റി എന്താണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ മോദി കെയർ ഉൽപ്പന്നങ്ങൾ 7000 രൂപയുടെ എക്സാമ്പിൾ വെച്ച് ഞാൻ പറയുകയാണ്. 7000 രൂപയ്ക്ക് നമ്മൾ പ്രോഡക്ട്സ് വാങ്ങിക്കുന്ന സമയത്ത് കൺസിസ്റ്റന്റ് ആയിട്ട് 6 മാസം നമ്മൾ മോദി കെയർ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്ന സമയത്ത് 7ാമത്തെ മാസം 7000 രൂപയുടെ പ്രോഡക്റ്റ് ആണ് കമ്പനി തികച്ചും നമുക്ക് സൗജന്യമായിട്ട് തരുന്നത്. ഇത് നമ്മൾ വീണ്ടും കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെങ്കിൽ 6 മാസം വീണ്ടും നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പോയാൽ 13ാമത്തെ മാസം നമുക്ക് വീണ്ടും കമ്പനി എന്ത് ചെയ്യുന്നു, 7000 രൂപയ്ക്ക് കൂടാതെ ഇരട്ടി പ്രൊഡക്റ്റ് ആണ് കമ്പനി ഫ്രീ ആയി തരാം. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 7000 രൂപയുടെ ഉൽപ്പന്നങ്ങൾ സ്ഥിരമായിട്ട് വാങ്ങുന്ന ഒരു കസ്റ്റമറിന് ഒരു വർഷം സ്ഥിരമായിട്ട് വാങ്ങിയാൽ 21,000 രൂപയുടെ ഉൽപ്പന്നങ്ങളാണ് നമ്മളെ കാത്തിരിക്കുന്നത്. ഇനി എങ്ങനെ ഈ ഒരു ബിസിനസ് നമ്മൾ വാങ്ങി പ്രൊഡക്റ്റ് ഒക്കെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതെങ്ങനെ ബിസിനസ് ആയിട്ട് നമുക്ക് ഏറ്റെടുക്കാം? ആദ്യം ചെയ്യേണ്ടത് സെൽഫ് യൂസ് ആണ്. സ്വന്തമായിട്ട് പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിക്കുക. അതുകൊണ്ട് നമുക്ക് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട്. ഡിസ്കൗണ്ട് കിട്ടുന്നുണ്ട്, ഫ്രീ പ്രോഡക്ട്സ് ഉണ്ട്, അത് ലോയൽറ്റിയിലേക്ക് നമുക്ക് മാറ്റി വെക്കുന്നു. എങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു 3000 രൂപയുടെ ഉൽപ്പന്നം വാങ്ങിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ 1755 രൂപയുടെ ബെനിഫിറ്റ് പ്രൊഡക്റ്റ് ആയിട്ട് ക്യാഷ് ആയിട്ട് കമ്പനി തിരിച്ചു തരുന്നുണ്ട്. അതെങ്ങനെ മറ്റുള്ള ആളുകൾക്ക് നമ്മൾ ഷെയർ ചെയ്യാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ആളുകൾക്ക് ഈ ബിസിനസ് അവസരം എത്തിച്ചു കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ കമ്പനി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഒരു കൊമേഴ്ഷ്യൽ വെബ്സൈറ്റ് സ്വന്തമായിട്ട് ഓപ്പൺ ചെയ്യാനൊരു അവസരം. മോദി കെയർ ഷോപ്പ്. ഇവിടെ ഓർഡറിങ്ങും ഡെലിവറി പേയ്മെന്റും എല്ലാം മോദി കെയർ മാനേജ്മെന്റ് ആണ് ചെയ്യുന്നത്. ഇനി ഇത് മറ്റുള്ള ആളുകൾക്ക് ഒരു കസ്റ്റമർ സർക്കിൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അവിടെ നമുക്ക് എക്സ്ട്രാ മണി ഏൺ ചെയ്യാൻ പറ്റും. ഇനി മറ്റുള്ള ആളുകൾക്ക് ഒരു ബിസിനസ് അവസരം സ്പോൺസറിങ് നമ്മൾ ചെയ്യുകയാണെങ്കിൽ അവർക്ക് കൂടി ഒരു ഓപ്പർച്യൂണിറ്റി നമ്മൾ പരിചയപ്പെടുത്തി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് കൂടി ഒരു വരുമാനം ഉണ്ടാക്കാനുള്ള ഒരു മാർഗമാണ് നിങ്ങൾ തുറന്നു കൊടുക്കുന്നത്. ഇനി പറയാനാണെന്നുണ്ടെങ്കിൽ എങ്ങനെ ഇപ്പൊ പുതിയ ആളുകൾ ചിന്തിക്കുന്നുണ്ടാവും, ഞാനിപ്പോ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ? നമുക്കൊരു വേൾഡ് ക്ലാസ് ട്രെയിനിങ് സപ്പോർട്ടാണ് മോദി കെയർ മാനേജ്മെന്റ് നമുക്ക് തരുന്നത്. SPPM അക്കാദമി. ഈ ഒരു അക്കാദമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്ലേ സ്റ്റോറിൽ
മോദിക്ക് റോഡ് ടു ഫ്രീഡം ആപ്പ് അവൈലബിൾ ആണ്. ഈ റോഡ് ടു ഫ്രീഡം നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും വിതൗട്ട് ആൻ അപ്ലൈ നമുക്ക് മുന്നോട്ട് ബിസിനസ് കൊണ്ടുപോകാൻ സാധിക്കും. അതുപോലെ തന്നെ SBVMന്റെ യൂട്യൂബ് ചാനൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ SBVMന്റെ ഒരു ആപ്ലിക്കേഷൻ ഏതൊക്കെ രീതിയിൽ നമുക്ക് സർട്ടിഫൈഡ് ആവണോ അതിന് കമ്പനി നമുക്ക് തരുന്ന വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പൊ പഠിക്കാനും ഇൻഫർമേഷൻസ് സ്വീകരിക്കാനും ഒരുപാട് വഴികൾ നമുക്കുണ്ട്. ഇനി നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കേട്ടു, ഇവിടെ ഇരിക്കുന്ന പുതിയ ആളുകളൊന്ന് മനസ്സിലാക്കുക, നിങ്ങൾ ചോദിക്കുക. ഈ ഒരു അവസരം നിങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ട് വന്നു. ആൻസർ ടു യുവർ സെൽഫ്. നിങ്ങളോട് ചോദിക്കുക, മോദി കയറില്ലെങ്കിൽ പിന്നെ എൻ്റെ മുമ്പിൽ വേറെ എന്ത് മാർഗമാണുള്ളത്? ഇപ്പോഴല്ലെങ്കിൽ പിന്നെ ഞാൻ എപ്പോഴാണ് ഇത് ഏറ്റെടുക്കേണ്ടത്? ഞാനല്ലെങ്കിൽ പിന്നെ ആരാണ് ഇത് ചെയ്യേണ്ടത്? അപ്പൊ നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 1000 മൈൽ നമ്മൾ താണ്ടണം എന്നുണ്ടെങ്കിൽ ഒറ്റ സ്റ്റെപ്പ്, നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് വെക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവണം. അപ്പൊ നിങ്ങൾ പുതിയ ആളുകൾ